My dear students, Dr. James Taylor Kent രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കേവർക്കും വീണ്ടും സ്വാഗതം. ഈ പരമ്പരയുടെ 281 എപ്പിസോഡിൽ അലൂമിന സിലിക്കേറ്റ് എന്ന അധ്യായത്തിൻ്റെ രണ്ടാം ഭാഗമാണ് നമ്മൾ പരിഗണിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഡോക്ടർ കെൻറ്റ് പ്രൂവ് ചെയ്ത് ഉപയോഗിച്ച ഒരു ഔഷധമാണ്. അദ്ദേഹത്തിൻ്റെ പ്രൂവിങ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള അനുഭവങ്ങളുടെ നേരിട്ടുള്ള വിവരണമാണ്, അല്ലെങ്കിൽ റിപ്പോർട്ടിംഗ് ആണ് നമ്മളിതിൽ കാണുന്നത്. ഈ രണ്ടാം ഭാഗത്തിൽ സമൃദ്ധമായ മെൻ്റൽ സിംറ്റംസ്, തലയുമായിട്ട് ബന്ധപ്പെട്ട സിംറ്റംസ് കണ്ടാൽ തന്നെ നന്നായിട്ട് പ്രൂവ് ചെയ്തൊരു ഔഷധമാണെന്ന് നമുക്ക് മനസ്സിലാവും. നിരവധി രോഗാവസ്ഥകളിൽ വൈവിധ്യമാർന്ന ലക്ഷണങ്ങളുള്ള ഒരേ അവസ്ഥയുടെ തന്നെ ചെറിയ വ്യത്യസ്ത രൂപഭേദങ്ങൾ ഒരേപോലെ പ്രകടിപ്പിക്കുന്ന ഔഷധം. അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ്റെ ഒരു വൈവിധ്യം അല്ലെങ്കിൽ ഒരു വിശാലതയാണ് സൂചിപ്പിക്കുന്നത്. നമുക്കതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. ഇറ്റ്സ് വെരി യൂസ്ഫുൾ ഇൻ നെർവസ് ഡെബിലിറ്റി where there is great mental excitement and aggravation from anger and vexation. അപ്പോൾ നാഡീസംബന്ധമായ വല്ലാത്തൊരു ബലക്ഷയം, വല്ലാത്തൊരു ക്ഷീണം, അങ്ങനെയുള്ളൊരു അവസ്ഥ, ആ ഒരു അവസ്ഥയോട് ചേർന്ന് വരുന്ന എന്താണ്, വല്ലാതൊരു ഉത്തേജിതാവസ്ഥ, മാനസികമായ ഉത്തേജിതാവസ്ഥയും ദേഷ്യം കൊണ്ടോ കഠിനമായ വ്യഥകൾ കൊണ്ടോ വർധനമുണ്ടാകുന്നൊരവസ്ഥ. ഇതിനോട് രണ്ടിനോടും ചേർന്ന് വരുന്ന ഒരു നാഡീസംബന്ധമായ ദൗർബല്യത്തിൻ്റെ, നെർവസ് ഡെബിലിറ്റിയുടെ അവസ്ഥയിൽ ഈ ഔഷധം വളരെ ഉപകരിക്കും. ഈ രോഗിയുടെ അവസ്ഥ പറയുകയാണ് ആബ്സെൻറ്റ് മൈൻഡാണ്, മനസ്സ് അവിടെയൊന്നുമില്ല, മനസ്സ് എവിടെയൊക്കെയാണ്. ആങ്സൈറ്റി, ഇറ്റാലിക്സിലാണ്. ഉത്കണ്ഠ, അത് സായാഹ്നത്തിൽ, രാത്രിയും ഇറ്റാലിക്സാണ്. അപ്പോൾ രാത്രിയിൽ ഉത്കണ്ഠ കൂടുതൽ പ്രവണമായിട്ട് വരും. ആങ്സൈറ്റി ഓഫ് കോൺഷ്യസ്, തൻ്റെ ബോധം നിലനിൽക്കുമോ അല്ലെങ്കിൽ ബോധം മറഞ്ഞു പോകുമോ അല്ലെങ്കിൽ ഒരു ബോധത്തിന് താളം തെറ്റുമോ എന്നൊക്കെയുള്ള ഒരു ഉത്കണ്ഠ ഈ രോഗിക്കുണ്ട്. ആങ്സൈറ്റി അബൌട്ട് ഹെയർ ഹെൽത്ത്, ഒരു സ്ത്രീയെ സംബന്ധിച്ചോളം തൻ്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠ. വേഴ്സ് ആഫ്റ്റർ സ്ലീപ്പ്, ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ അത് വർദ്ധിക്കുന്നു. അപ്പോൾ ഉറക്കം കഴിയുമ്പോൾ വർദ്ധിക്കുന്നൊരവസ്ഥ ഈ ഔഷധത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. വൺ പ്രൂവർ ഫെൽറ്റ് ദാറ്റ് ഷീ വുഡ് ബിക്കം ഇൻസെയിൻ and urged to have the 30th which she had taken antidote. ആങ്സൈറ്റിയും ഈ വെക്സേഷനും ഒക്കെ കവിഞ്ഞിട്ട് തൻ്റെ സാനിറ്റി നഷ്ടപ്പെട്ടു പോകുമോ, തൻ്റെ മനസ്സിൻ്റെ സുസ്ഥിതി തന്നെ നഷ്ടപ്പെട്ടു പോകുമോ, ഭ്രാന്തായി പോകുമെന്ന് ഭയന്നിട്ട് ഒരു പ്രൂവർ പറയുകയാണ്, പ്രൂവ് ചെയ്യാൻ തനിക്ക് തന്ന 30th പൊട്ടൻസിയെ ഒന്ന് ആൻറ്റിഡോട്ട് ചെയ്ത് തരുമോ എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അത്രക്ക് വ്യഥയാണ് ആ പ്രൂവർ അനുഭവിച്ചത്. വാഷ് ദിസ് ആൻഡ് ദാറ്റ് ആൻഡ് നെവർ സാറ്റിസ്ഫൈഡ്, ഇതുമൊക്കെ വേണം, പക്ഷെ ഒന്നുകൊണ്ടും ഒരു തൃപ്തി കിട്ടുന്നില്ല. ഷീ ക്രിട്ടിസൈസ് എവരിബഡി, എല്ലാവരെയും കുറ്റപ്പെടുത്തുകയാണ്. ക്രിട്ടിസിസം. അപ്പോൾ ക്രിട്ടിസിസം എന്ന് പറയുന്ന ഒരു അനാരോഗ്യ ലക്ഷണമാണ്. ആരോഗ്യകരമായ ക്രിട്ടിസിസം ആകാം, പക്ഷെ എന്തിനേയും ക്രിട്ടിസൈസ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു അൺഹെൽത്തി സ്റ്റേറ്റ് ഓഫ് മൈൻഡിൻ്റെ ലക്ഷണമാണ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നൊക്കെ കുറച്ച് പൊതുവായ വിജ്ഞാനം, ആരോഗ്യത്തെക്കുറിച്ചും ശാരീരിക മാനസിക ആരോഗ്യത്തെക്കുറിച്ചുള്ള പൊതുവായൊരു ജ്ഞാനം കൂടി നമ്മളിതിൽ നിന്ന് ആർജിച്ചെടുക്കണം. അപ്പോൾ എല്ലാവരെയും കുറ്റം പറയുന്നൊരവസ്ഥ, എല്ലാത്തിനെയും വിമർശിക്കുന്നൊരവസ്ഥ അനാരോഗ്യകരമായൊരു അവസ്ഥയാണ്. ഷീ ഡിസൈഡ്സ് ടു ബി എലോൺ, തനിയെ ഇരിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ ബട്ട് ബിക്കംസ് വേഴ്സ് വെൻ എലോൺ ആൻഡ് ബെറ്റർ ഇൻ കമ്പനി. കൂട്ടത്തിലായിരിക്കുമ്പോഴാണ് മെച്ചം, ഒറ്റയ്ക്കിരിക്കുന്നത് ഭയമാണ്. എങ്കിലും ആ വ്യക്തിയുടെ, പക്ഷേ ഒരു സ്ത്രീയാണ് പറയുന്നത്, അവരുടെ ഡിസയർ, അവരുടെ മോഹം ഒറ്റയ്ക്കിരിക്കാനാണ്. ഒറ്റയ്ക്കിരിക്കാൻ മോഹിക്കുകയും ഒറ്റയ്ക്കിരിക്കുമ്പോൾ ആനന്ദിക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ട്. പക്ഷെ ഇതങ്ങനെയല്ല. ഷി ഹാസ് മച്ച് ഡിഫിക്കൽറ്റി ഇൻ കോൺസെൻട്രേറ്റിംഗ് ദ മൈൻഡ്, മനസ്സിനെ ഏകാഗ്രമായിട്ട് നിർത്താൻ വളരെ പ്രയാസമാണ്. മനസ്സിങ്ങനെ വ്യതിചലിച്ചു പോകുന്നു, മനസ്സിങ്ങനെ വിഭ്രംശിച്ചു പോകുന്നു, അപ്പോൾ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. കൺഫ്യൂഷൻ ഓഫ് മൈൻഡ് എവറി മോർണിംഗ്, വേഴ്സ് ഇൻ വേക്കിംഗ്, ഓരോ പ്രഭാതത്തിലും മനസ്സിൽ വല്ലാത്ത ആശയക്കുഴപ്പമാണ്. ഉണർന്നു വരാൻ നേരത്താണ് ആ സ്ഥിതി വളരെ മോശമായിരിക്കുന്നത്. അത് പലരും കണ്ടിട്ടുണ്ട്. പ്രഭാതത്തിൽ മനസ്സിൻ്റെ ഒരു ഭയം, ഉത്കണ്ഠ, ഇതൊക്കെ വർദ്ധിക്കുന്നൊരവസ്ഥ പ്രഭാതത്തിൽ പലർക്കും ഉണ്ടാകും. പലരും അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. വേഴ്സ് ഫ്രം കോൺട്രഡിക്ഷൻ,
ആരെങ്കിലും പറയുന്നതിനെ എതിർക്കുകയാണെങ്കിൽ, മറ്റൊരഭിപ്രായം പറയുക, എതിരഭിപ്രായങ്ങൾ പറയുകയാണെങ്കിൽ ഈ ഒരു അവസ്ഥ മനസ്സിൻ്റെ ആശയക്കുഴപ്പം വർദ്ധിക്കും. കോൺട്രറി ആൻഡ് വിംസിക്കൽ, എന്ത് പറയുന്നതിനോടും എതിർക്കും. വല്ലാത്ത ഒരു സാങ്കല്പിക വിംസിക്കൽ, ഫാൻസിഫുൾനെസ്സിൻ്റെ ഒരു കുറച്ച് കൂടിയൊരവസ്ഥയാണ് വിംസിക്കൽ. വല്ലാതെ ഒരു മിഥ്യാലോകത്തിലാണ്. സെവറൽ പ്രൂവേഴ്സ് വെർ ടിമിഡ് ആൻഡ് കവാർഡ്ലി. ഈ നിരവധി പേര് പ്രൂവ് ചെയ്തൊരു നിരവധി പേര്, ഇതിൽ നിന്ന് ഒരുപാട് പേരുടെ ടീമിനെ വെച്ചുകൊണ്ട് പ്രൂവിങ് നടത്തിയിട്ട് നമുക്ക് മനസ്സിലാക്കാം അവരുടെ ടീമിൻ്റെ ഒരു ഭീരുത്വം, മനസ്സിൻ്റെ ഭീരുത്വം അവരുണ്ടായി. ടിമിഡ് ആൻഡ് കവാർഡ്ലി. She thinks she's growing smaller and that she will fall if she rises to her feet. മറ്റൊരു വിചിത്രമായ ലക്ഷണം, താൻ ചെറുതായി വരികയാണ്, താൻ കൊള്ളയായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു ചിന്ത. ഇനി എഴുന്നേറ്റ് നിന്നാൽ വീണു പോകും, അങ്ങനെ ഒരു അവസ്ഥ. ഷീ സീസ് വിഷൻസ്, ദർശനങ്ങൾ ഉണ്ടാകുന്നു. ദർ ഇസ് ഡെസ്പയർ, നിരാശ വരുന്നു. ഷീസ് ഡിസ്കണ്ടന്റ്, അതൃപ്തി, നിരാശ, അതൃപ്തി. താൻ എന്തോ ദർശനങ്ങൾ കാണുകയാണ്. ഇതൊക്കെ ദിവ്യത്വത്തിൻ്റെ, നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ദിവ്യത്വത്തിൻ്റെ ലക്ഷണമായി പല കാലം ഇന്നും വിദ്യാഭ്യാസം കിട്ടാത്ത ജനതകളുള്ള ചില ഉൾപ്രദേശങ്ങളിൽ, വടക്കൻ നാടുകളിലൊക്കെ ഇപ്പോഴും ഉണ്ട് ഈ ഒരു അവസ്ഥ. ചികിത്സിച്ച് മാറ്റേണ്ട കേസുകളാണ് അതൊക്കെ. ഡിസ്കറേജ് ആൻഡ് ഡിസ്ട്രാക്റ്റഡ്, ധൈര്യം നഷ്ടപ്പെട്ടു പോകുന്നു. മനസ്സ് ഒന്നിനും നിൽക്കാതെ പല ഇതിലേക്ക് മനസ്സ് വ്യതിചലിച്ചു പോകുന്നു. ലോങ് പീരിയഡ്സ് ഓഫ് ഡൾനെസ് ഓഫ് മൈൻഡ്, മനസ്സാകെ മന്ദീഭവിച്ചു പോയൊരവസ്ഥ. അത് ചുരുങ്ങിയ അവസ്ഥയല്ല, ചുരുങ്ങിയ സമയമല്ല, ദീർഘമായ സമയത്തേക്കൊരു മന്ദീഭാവം മനസ്സിൻ്റെ. ഡൾനെസ് ഓഫ് മൈൻഡ് ആഫ്റ്റർ സ്ലീപ്പ്, ഉറങ്ങി എഴുന്നേക്കാൻ നേരത്ത് മനസ്സാകെ മന്ദീഭവിച്ചു പോകുന്നു. ഒരു ഷോർട്ട് സ്പെൽസ് ഉണ്ടാകാം, കുറച്ച് കഴിയുമ്പോൾ മാറാം, പക്ഷേ ഒരു നീണ്ട കാലയളവിലേക്ക് മനസ്സിൻ്റെ മന്ദീഭാവം വരുന്നു. അപ്പോൾ ഉറക്കത്തിന് ശേഷം അലൂമിനയുടെ മെൻ്റൽ സിംറ്റംസ് വർദ്ധിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ദർ ഇസ് മാർക്ക്ഡ് എക്സാൾട്ടേഷൻ ഓഫ് ഫാൻസി, മിഥ്യാചിന്തകൾ, സങ്കല്പങ്ങൾ, വിദ്യാസങ്കല്പങ്ങൾ, അതിൻ്റെ ഒരു എക്സാൾട്ടേഷൻ, അതിൻ്റെ ഒരു വർദ്ധിച്ച ഒരു സൂപ്പർലേറ്റീവ് അവസ്ഥ, അത് വളരെ ശ്രദ്ധേയമായ രീതിയിൽ ഈ ഔഷധത്തിൽ വരുന്നു. ദ മൈൻഡ് ഈസ് ഇൻ എ കോൺസ്റ്റന്റ് സ്റ്റേറ്റ് ഓഫ് ഫിയർ, മനസ്സിൽ സുസ്ഥിരമായൊരു ഭീതിയുടെ, ഭയത്തിൻ്റെ അവസ്ഥ മനസ്സിലുണ്ട്. വേക്സ് അപ്പ് വിത്ത് ഫിയർ ആൻഡ് ഫ്രൈറ്റൻഡ് ഈസിലി, ഭയത്തോടുണരുന്നു, അവിടെയും ഉറക്കം കഴിഞ്ഞിട്ടാണ്, ഭയത്തോടുണരുന്നു, പെട്ടെന്ന് ഞെട്ടുന്നു. ദർ ഇസ് എ മാർക്ക്ഡ് മെൻ്റൽ വീക്ക്നെസ്, മനസ്സിൻ്റെ ദൗർബല്യം വളരെ ശ്രദ്ധേയമാണ്. നമ്മൾ നേരത്തെ കണ്ടു മനസ്സിൻ്റെ ദൗർബല്യം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. ഫോർഗറ്റ്ഫുൾ, മറന്നുപോകുന്നു. ഇൻഡിഫറൻറ്റ്, ഒരു നിർവികാരത, ഒന്നിനോട് ഒരു പ്രതികരണമില്ല. ഇറസൊല്യൂഷൻ, ഒരു കാര്യം തീരുമാനിക്കാൻ പറ്റുന്നില്ല. ഡെഫിഷ്യൻസി ഓഫ് ഐഡിയാസ്, ആശയങ്ങളുടെ കുറവ്. എന്ത് ചെയ്യണമെങ്കിലും അവരെക്കുറിച്ച് ചിന്തിച്ചൊരു ആശയം വേണമല്ലോ, ആശയങ്ങളുടെ കുറവ്. സോ ദാറ്റ് ഇറ്റ് ഈസ് ഈസി ടു സീ ദ റിസംബ്ലൻസ് ടു ഇംബെസിലിറ്റി, ബുദ്ധിമാന്യത്തിൻ്റെ അവസ്ഥയോട് ഒരു സാദൃശ്യം തോന്നാം. ഒരു ബുദ്ധിമാന്യത്തിൻ്റെ അവസ്ഥയുണ്ടോ? ഓർ ദ ബോർഡർ ലാൻഡ് ഓഫ് ഇൻസാനിറ്റി, അല്ലെങ്കിൽ മനോവിഭ്രാന്തിയുടെ, ഭ്രാന്തിൻ്റെ ഒരു വക്കിലെത്തിയെന്നോ എന്നൊക്കെ തോന്നിപ്പോകാവുന്ന തരത്തിലുള്ള അവസ്ഥ. ഷീ ലാവ്സ് മച്ച് ആസ് ഇൻ ഹിസ്റ്റീരിയ, വല്ലാതെ ചിരിക്കുന്നു, മനോവിഭ്രാന്തി, ഹിസ്റ്റീരിക്കൽ ആയതുപോലെ ചിരിക്കുന്നു. ആൻഡ് മെനി മെൻ്റൽ സിംപ്റ്റംസ് ആർ ഹിസ്റ്റീരിക്കൽ ഇൻ ക്യാരക്ടർ. അപ്പം ഈ ഒരു ഔഷധം പ്രൂവ് ചെയ്യുമ്പോഴുള്ള പല മാനസിക ലക്ഷണങ്ങളും ഹിസ്റ്റീരിക്കലാണ്. അതിൻ്റെ സ്വഭാവം നോക്കിയാൽ ഹിസ്റ്റീരിക്കലാണ്. ഷീസ് മൊറോസ്, മുഖം കറുപ്പിച്ചിരിക്കുന്നു. ആൻഡ് ഒബ്സ്റ്റിനേറ്റ് ആൻഡ് മെമ്മറി ഈസ് വീക്ക്, കടുംപിടുത്തമാണ്, ഓർമ്മ വളരെ ക്ഷീണിച്ചിരിക്കുന്നു. ചേഞ്ചബിൾ മൂഡ്സ്, മനോഭാവങ്ങൾ, മാനസികാവസ്ഥകൾ മാറി വരുന്നു. ഷീ മേക്സ് മിസ്റ്റേക്സ് ഇൻ സ്പീക്കിംഗ് ആൻഡ് റൈറ്റിംഗ് ആൻഡ് യൂസസ് റോങ് വേർഡ്സ്, എഴുത്തിലും വായനയിലും തെറ്റുവരുന്നു, തെറ്റായ വാക്കുകൾ, തെറ്റായ പദപ്രയോഗങ്ങൾ. ദർ ഇസ് റിമോഴ്സ്, കുറ്റബോധമുണ്ട്. റിലീജിയസ് അഫക്ഷൻസ് ഓഫ് മൈൻഡ്, നമ്മൾ നേരത്തെ കണ്ടു, മതസംബന്ധിയായ പ്രശ്നങ്ങൾ, ചിന്തകൾ അങ്ങനെ പോകുന്നു. ഇറ്റ് ഈസ് യൂസ്ഫുൾ ഇൻ ബ്രെയിൻ ഫാഗ് ആഫ്റ്റർ പ്രൊലോങ്ഡ് മെൻ്റൽ എക്സേർഷൻ, സുദീർഘമായ മാനസികമായ അധ്വാനത്തിന് ശേഷം ഉണ്ടാകുന്ന തലച്ചോറിൻ്റെ ഒരു ക്ഷീണിതാവസ്ഥ, ഒന്നും ചിന്തിക്കാനോ ഒന്നും ചെയ്യാനോ പറ്റുന്നില്ല, ബ്രെയിൻ ഫാഗ്. നമ്മൾ നിരവധി ഔഷധങ്ങളുണ്ട്. ദ മൈൻഡ് ഈസ് ആങ്ഷ്യസ് ആൻഡ് റെസ്റ്റ്ലെസ് അറ്റ് നൈറ്റ്,
രാത്രിയിൽ മനസ്സ് വല്ലാതെ ഉത്കണ്ഠാകുലമാണ്, അസ്വസ്ഥമാണ്. ദർ ഇസ് ഗ്രേറ്റ് സാഡ്നസ് ഇറ്റാലിസിലും വല്ലാത്ത ദുഃഖം. ഈ മാനസിക ദൗർബല്യവും ഈ ദുഃഖിതാവസ്ഥയെക്കുറിച്ച് ചേർന്ന് കഴിയുമ്പോൾ, ഉത്കണ്ഠയൊക്കെ ചേർന്ന് കഴിയുമ്പോൾ ആൾ ചിലപ്പോൾ ആത്മഹത്യയിലേക്ക് പോയെന്നിരിക്കാം. അപ്പോൾ മനോദൗർബല്യമുള്ളവർ, മനസ്സിൽ കരുത്തില്ലാത്തവർ, വല്ലാത്ത ഉത്കണ്ഠകളും വല്ലാത്ത ഭീതികളും വല്ലാത്ത ഡിസ്ട്രാക്ഷൻസും ഒക്കെ ഉണ്ടാകാം. ഇതിപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു അൺഹാപ്പി, ഒരു സന്തോഷമില്ല, മനസ്സ് കുറ്റബോധം ഉണ്ടാകാം, ഈ മതസംബന്ധമായ ബോധം ഉണ്ടാകാം, ബുദ്ധിപരമായിട്ട് പിന്നാക്കമായിരിക്കാം, ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു ബ്രെയിൻ ഫാഗ് ഉണ്ടായി പോകാം. ദ വൺ പ്രൂവർ സെഡ് ഷീ വാസ് നെവർ സോ അൺഹാപ്പി ഇൻ ഹെർ ലൈഫ്. ഈ പ്രൂവിങ്ങിൻ്റെ സമയത്ത് ഈ ഔഷധത്തിന് ഇൻഫ്ലുവൻസിൽ ആ ജീവിതത്തിൽ മുമ്പൊരിക്കലും ഉണ്ടാകാത്ത തരത്തിലുള്ള സന്തോഷരാഹിത്യം അനുഭവിച്ചു. അപ്പോൾ മനസ്സിനെ എത്രമാത്രം ഈ ഔഷധം സ്വാധീനിച്ചു, എത്രമാത്രം ആഴത്തിലത് പ്രൂവ് ചെയ്യപ്പെട്ടു എന്ന് നമ്മൾ ചിന്തിക്കണം. അൺഹാപ്പി, ബട്ട് ഷീ ഫെൽറ്റ് ബെറ്റർ ആഫ്റ്റർ ടെല്ലിങ് ഇറ്റ് ടു സംബഡി. ആരോടെങ്കിലും ഇത് പറഞ്ഞതിന് ശേഷം ആ സ്ത്രീ, ആ പ്രൂവർ സ്ഥിതി മെച്ചപ്പെട്ടു. പാശ്ചാത്യ നാടുകളിലാണ് ഇവിടെ മനുഷ്യർ ഈ മനസ്സിൻ്റെ പ്രയാസങ്ങൾ പറയുന്നത് സമൂഹത്തിൽ സ്വീകാര്യത കിട്ടുമോ, കളിയാക്കുമോ, കുറ്റപ്പെടുത്തുമോ എന്നൊക്കെ ഭയം കൊണ്ട് പലരും പറയില്ല. ഈ വിഷാദാവസ്ഥകൾ പലരും പറയില്ല. എനിക്കറിയാം വളരെ അടുത്ത സുഹൃത്തുക്കൾ ഈ മനസ്സിൻ്റെ വിഷാദാവസ്ഥകൾ പറയാതെ അവസാനം ഹോസ്പിറ്റലൈസ്ഡ് ആയ അവസ്ഥയിൽ ഭാഗ്യത്തിൽ ഞാൻ അന്വേഷിച്ച് എന്നതുകൊണ്ട് കണ്ടെത്തി ഹോമിയോപ്പതിയിലേക്ക് കൊണ്ടുവരികയും രക്ഷിക്കുകയും ചെയ്ത നിരവധി കേസുകൾ എനിക്കുണ്ടായിട്ടുണ്ട്. അടുപ്പമുള്ളവർ പറയില്ല ഈ അവസ്ഥകൾ. അപ്പോൾ പിന്നീട് ചോദിക്കുമ്പോൾ അവർ ഹിരിയപ്പെട്ട ശേഷം ചോദിക്കാൻ നേരത്തെ അവർ പറയുന്നത്, അത് നമ്മളെ കുറ്റപ്പെടുത്തുമോ, നമ്മൾ ദൗർബല്യമായിട്ട് കരുതുമോ, കളിയാക്കുമോ എന്നൊക്കെയുള്ള ചിന്തകളാണ്. നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു വളർച്ചക്കുറവ്, ഒരു പക്വതക്കുറവിൻ്റെ ഒരു തെളിവാണത്. അപ്പം ഇവിടെ ഈ മനസ്സിൻ്റെ ഒരു അൺഹാപ്പിനെസ്സിനെ കുറിച്ച് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആ അവസ്ഥയ്ക്ക് ഒരു ശമനമുണ്ട്. ഗ്രേറ്റ് ഡൾനെസ് ഓഫ് ദ സെൻസസ്, ഇന്ദ്രിയങ്ങളെല്ലാം മന്ദീഭവിച്ചു. ഗന്ധം, സ്പർശം, മണം, അങ്ങനെ എല്ലാം മന്ദീഭവിച്ചു പോയി. ഷീസ് വെരി സെൻസിറ്റീവ് നോയ്സ്, ശബ്ദത്തോട് വല്ലാതെ സംവേദനമുണ്ട്. ശബ്ദം കേട്ടുകഴിഞ്ഞാൽ വല്ലാതെ ചിലപ്പോൾ ദേഷ്യം ഉണ്ടാകാം, ഭയം ഉണ്ടാകാം, പലതും ഉണ്ടാകാം. ഷീ സിറ്റ്സ് എ ലോങ് വൈൽ വിത്തൗട്ട് അപ്പിയറിംഗ് ടു നോട്ടീസ് വാട്ട് ഗോസ് ഓൺ. എന്താണ് നടക്കുന്നത് എന്ന് ശ്രദ്ധിക്കാതെ ദീർഘനേരം വെറുതെ ഇരിക്കുന്നു. ഒരു വ്യക്തി വെറുതെ ഇരിക്കുന്നു, അവിടെ പലതും നടക്കുന്നു, ആരും ശ്രദ്ധിക്കുന്ന പല കാര്യങ്ങളും നടക്കുന്നു. പക്ഷേ ഈ വ്യക്തി അതൊന്നും ശ്രദ്ധിക്കുന്നില്ല, വെറുതെ ഇങ്ങനെ ദീർഘനേരം ഇരിക്കുന്നു. ഷീ വാക്സ് ഇൻ സ്ലീപ്പ്, ഉറക്കത്തിലെഴുന്നേറ്റ് നടക്കുന്നു. സ്റ്റാർട്ടിങ് ഓൺ ഫാളിങ് അ സ്ലീപ്പ്, ഉറക്കത്തിലേക്കാണ് വഴുതി വീഴാൻ പോകുമ്പോൾ പെട്ടെന്ന് ഞെട്ടലുണ്ടാകുന്നു. ഷീ തിങ്സ് മച്ച് അബൌട്ട് സൂയിസൈഡ്, ലോസ് ലൈഫ് ആൻഡ് ഡിസൈഡ്സ് ടു ഡൈ. നേരത്തെ പറഞ്ഞ കാര്യം, ജീവിതത്തെ വെറുക്കുന്നു, ജീവിതം വേണ്ട, ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നത് സ്വാഭാവികമായിട്ട് ചിന്തിക്കുന്നു. മരിക്കാൻ ആഗ്രഹിക്കുന്നു, ഡിസയർ, വല്ലാത്ത ആഗ്രഹം മരിക്കണമെന്ന്. ഷീ സിറ്റ്സ് ലോങ് ഇൻഡിസ്പോസ് ടു ടോക്ക്, സംസാരിക്കാൻ താല്പര്യമില്ലാതെ ഇങ്ങനെ ദീർഘനേരം ഇരിക്കുന്നു. ഷീ ടാക്സ് ഇൻ സ്ലീപ്പ്, പക്ഷെ ഉറക്കത്തിൽ സംസാരിക്കും. വീപ്പിംഗ് ഇൻ സ്ലീപ്പ്, ഉറക്കത്തിൽ വിതുമ്പും. വിൽ പവർ വെരി വീക്ക്, കണ്ടോ, ഇച്ഛാശക്തി വല്ലാതെ ദുർബലമായി പോയി. ഇച്ഛാശക്തി ദുർബലമായി പോയില്ലേ. മനസ്സിൻ്റെയും മേലിലാണ് ഇച്ഛ, വില്ലിൻ്റെ മണ്ഡലത്തിൽ ഉള്ള ലക്ഷണങ്ങൾ. അപ്പോൾ അലൂമിന സിലിക്കേറ്റ് എത്രത്തോളം ആഴത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കാം. അവേർഷൻ ടു മെൻ്റൽ ആസ് വെൽ ആസ് ഫിസിക്കൽ വർക്ക്, മാനസികമോ കായികമായിട്ടുള്ള ഏത് അധ്വാനത്തോടും ഒരു വിമുഖത. വെർട്ടിഗോ മോർണിംഗ് ആൻഡ് ഈവനിങ്, വൈൽ സിറ്റിംഗ്, സ്റ്റൂപ്പിംഗ്, വാക്കിംഗ്, ടേണിംഗ് ദ ഹെഡ് സഡൻലി, അമീൽ റെഡ് വൈൽ ലൈയിങ്. അപ്പോൾ പ്രഭാതത്തിൽ തലകറക്കം, സായനത്തിൽ തലകറക്കം, ഇരിക്കുമ്പോൾ, മുന്നോട്ടായുമ്പോൾ, നടക്കുമ്പോൾ, തല പെട്ടെന്ന് തിരിക്കുമ്പോഴൊക്കെ തലകറക്കം, കിടക്കാൻ നേരത്ത് ശമനമുണ്ട്. വെർട്ടിഗോ വൈൽ ക്ലോസിംഗ് ദ ഐസ്, കണ്ണടക്കാൻ നേരത്ത് തലകറങ്ങുന്നു. ടെൻഡൻസി ടു ഫോൾ ഫോർവേഡ്, മുന്നോട്ട് വീഴാനുള്ളൊരു പ്രവണത. ഓർ ടേണിംഗ്, ദർ ഈസ് എ ടെൻഡൻസി ടു ഫോൾ ഇൻ ദ ഡിറക്ഷൻ ടേൺഡ്, ഇടതോട്ട് തിരിഞ്ഞാൽ ഇടതോട്ട് വീഴും, വലതോട്ട് തിരിഞ്ഞാൽ വലതോട്ട് വീഴും, അങ്ങനത്തെ ഒരു പ്രവണത. വെർട്ടിഗോ ആസ് ഇഫ് ഇൻടോക്സിക്കേറ്റഡ്, ലഹരി പിടിച്ച് ആടി നടക്കുന്ന പോലെ തരത്തിലുള്ള തലകറക്കം. വിത്ത് നോസിയ, ഒപ്പം ഒക്കാനുണ്ട്. റഷ് ഓഫ് ബ്ലഡ് ടു ഹെഡ്, തലയിലേക്ക് രക്തം കയറി കയറുന്നു. ബോയിലിംഗ് സെൻസേഷൻ ആൻഡ് കോൾഡ്നെസ് ഓഫ് ദ ഓക്സിബ്യൂട്ട്, തലയുടെ ഉച്ചിയിൽ തിളയ്ക്കുന്ന പോലുള്ള അനുഭവം.
തണുപ്പ് രണ്ടുമുണ്ട്. തിളയ്ക്കുന്ന പോലെ അനുഭവവും ബബ്ലിങ്ങും തണുപ്പും. കോൺസ്ട്രക്ഷൻ ഓഫ് ദ സ്കാൽപ്പ്, തലയോടിങ്ങനെ വരിഞ്ഞു മുറിയ പോലെ, എസ്പെഷ്യലി ഇൻ ദ ഫോർഹെഡ്, നെറ്റിയുടെ ഭാഗത്ത് തലയോടിങ്ങനെ ഇടുങ്ങി വരിഞ്ഞു മുറിയ പോലെ. ദ ഹെഡ് ഫീൽസ് എംപ്റ്റി, തല ശൂന്യമായതുപോലെ തോന്നുന്നു. ഹീറ്റ് ആൻഡ് ഹെവിനെസ് ഓഫ് ദ ഹെഡ് ഇൻ ദ ഈവനിങ്, സായാഹ്നത്തിൽ തലയിൽ ചൂടും ഭാരം ഹെവിനെസ് ഇവിടെ ഇറ്റാലിക്സിലാണ്. എസ്പെഷ്യലി ഓഫ് ദ ഫോർഹെഡ്, വിശേഷം നെറ്റിയിലാണ് ചൂടും ഭാരവും. മച്ച് ഇച്ചിങ് ആൻഡ് ഫോർമിക്കേഷൻ ഓഫ് ദ സ്കാൽപ്പ്, തലയോട്ടിയിൽ ചൊറിച്ചിലും ഈ ഫോർമിക്കേഷൻ, ഉറുമ്പോ പുഴുവൊക്കെ നിറച്ചു നടക്കുന്ന പോലുള്ള അനുഭവം. ദർ ഇസ് മച്ച് പെയിൻ ഇൻ ദ ഹെഡ്, തലയിൽ വല്ലാതെ വേദന. മോർണിംഗ്, ആഫ്റ്റർനൂൺ, ഈവനിങ് ആൻഡ് നൈറ്റ്. അപ്പോൾ പ്രഭാതത്തിൽ, ഉച്ച കഴിഞ്ഞിട്ട്, രാത്രി. അത് 3 ഇറ്റാലിക്സിലാണ് തലവേദന. ദ ഹെഡ് ഏക്സ് ആർ വേഴ്സ് ഫ്രം ബെൻഡിങ് ദ ഹെഡ് ഫോർവേഡ്, തല മുന്നോട്ട് കുനിയുമ്പോൾ, വളയ്ക്കുമ്പോൾ തലവേദന വർദ്ധിക്കും. ബൈൻഡിങ് ഓഫ് ദ ഹെയർ, അത് മുടി കെട്ടുമ്പോൾ, സ്ത്രീകളെ സംബന്ധിച്ച് മുടി കെട്ടാൻ നേരത്ത് വേദന വർദ്ധിക്കും. ആഫ്റ്റർ ഈറ്റിംഗ്, ആഹാരം കഴിച്ച ശേഷം വർദ്ധിക്കും. വെൻ ബൈറ്റിംഗ് ദ ടീത്ത് ടുഗദർ, പല്ല് കടിക്കുമ്പോൾ തലവേദന വർദ്ധിക്കും. ബിഫോർ ആൻഡ് ഡ്യൂറിങ് മെൻസസ്, ആർത്തവകാലത്തും അതിന് മുൻപും തലവേദന വർദ്ധിക്കും. വൈൽ സിറ്റിംഗ്, ഇരിക്കുമ്പോൾ, ആഫ്റ്റർ സ്ലീപ്പ്, ഉറക്കം കഴിയുമ്പോൾ, ആഫ്റ്റർ സ്റ്റിമുലൻസ്, എന്തെങ്കിലും ഉത്തേജനം, ചായയോ കാപ്പിയോ ലഹരിയോ എന്തോ ആകാം, വീഞ്ഞോ, അതിനൊക്കെ ശേഷം തലവേദന വർദ്ധിക്കുന്നു. സ്റ്റെപ്പിംഗ് ഹെവിലി, വല്ലാതെ അമർത്തി ചവിട്ടി നടക്കാൻ നേരം തലവേദന വർദ്ധിക്കും. സ്റ്റൂപ്പിംഗ്, മുന്നോട്ടായുമ്പോൾ തലവേദന ഒട്ടുമിക്ക അവസ്ഥകൾ. അപ്പോൾ ഈ പ്രൂവിങ്ങിനെ കാണാത്ത അവസ്ഥകളിലും തലവേദന വർദ്ധിക്കാം. അപ്പോൾ തലവേദനയുണ്ട്, തലവേദന പെട്ടെന്ന് വർദ്ധിക്കാനുള്ള ടെൻഡൻസി ഉണ്ട്. ദ ഹെഡ് ഏക്സ് ആർ ബെറ്റർ ഫ്രം ബൈൻഡിങ് ഓഫ് ദ ഹെഡ്. ഫ്രം കോൾഡ് ആപ്ലിക്കേഷൻസ്, അത് ഇറ്റാലിക്സാണ്. തലയിൽ തണുത്ത എന്തെങ്കിലും പതിച്ചു കഴിഞ്ഞാൽ, തണുത്ത തുണിയോ അല്ല തണുത്ത കാറ്റോ കിട്ടിക്കഴിഞ്ഞാൽ, തല തണുപ്പ് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ തലവേദനയ്ക്ക് ശമനം ഉണ്ടാകുന്നു. കോൾഡ് എയർ ആകാം, ലൈങ്, കിടക്കുന്നതുകൊണ്ടോ, ഇതെല്ലാം ഇറ്റാലിക്സിലാണ്. അപ്പോൾ തണുത്ത എന്തെങ്കിലും കോൾഡ് ബാഗ്, ഐസ് ബാഗ് വെക്കുകയോ, തണുത്ത തുണി ചുറ്റുകയോ, തണുത്ത വായു അടിക്കുകയോ അല്ലെങ്കിൽ കിടക്കുകയോ ചെയ്യുമ്പോൾ തലവേദന കുറയും. മൂവിങ് ഹെഡ്, പ്രഷർ സ്റ്റാൻഡിങ് ആൻഡ് വാക്കിംഗ്, തല അനക്കുന്നതുകൊണ്ട്, നിൽക്കുന്നതുകൊണ്ടും നടക്കുന്നതുകൊണ്ടൊക്കെ തലവേദനയ്ക്ക് ശമനമുണ്ട്. ദർ ആർ ഇന്റർമിറ്റന്റ് പെയിൻസ് ഡേ ആൻഡ് നൈറ്റ്, രാത്രിയും പകലും ഇടവിട്ട് വരുന്ന വേദന. പീരിയോഡിക്കൽ ഹെഡ് ഏക്സ്, നിശ്ചിത കാലയളവിൽ വരുന്ന തലവേദന. നോയിസ് കോസസ് ദ ഹെഡ് ഏക്സ് ടു ബിക്കം പൾസേറ്റിംഗ്, തലവേദന ഉള്ള സമയത്ത് ഒരു ഒച്ച പാടുന്നതിനും കേട്ടിരുന്നു. അപ്പോൾ ഒച്ചയോട് സെൻസിറ്റീവ് ആണെന്ന് നമ്മൾ നേരത്തെ കണ്ടു, ഒച്ച ഇഷ്ടമല്ല. അങ്ങനെ വരുമ്പോഴേക്കും തലവേദന ഒരു വിങ്ങുന്ന സ്വഭാവത്തിലേക്ക് മാറും. ഷീ വാണ്ട്സ് ദ ബോഡി റാപ്ഡ് അപ്പ് ബട്ട് വാണ്ട്സ് ഹെഡ് ഇൻ കോൾഡ് എയർ, ശരീരം മുഴുവൻ പൊതച്ചിരിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ തല മാത്രം തണുത്ത വായുവിൽ ഓപ്പൺ ആയിരിക്കണം. സെൻസേഷൻ ഓഫ് ക്രോളിംഗ് ആസ് ദോ ആൻഡ്സ് ഇൻ ദ ബ്രെയിൻ, തലയുടെ ഉള്ളിൽ, തലച്ചോറിൽ ഉറുമ്പരിക്കുന്ന പോലെ. അതായത് തലയോട്ടിയിൽ പറഞ്ഞു, ശരീരത്തിൽ പറഞ്ഞു, ഇവിടെ തലച്ചോറിനുള്ളിൽ ഉറുമ്പരിക്കുന്ന പോലെ. ഇത് സെൻസേഷൻ ട്രാവൽസ് ഡൗൺ ദ ബോഡി ആൻഡ് ലീവ്സ് അറ്റ് ദ ടോപ്പ്. ഈ തലച്ചോറിൽ ഉറുമ്പരിക്കുന്ന പോലുള്ള അനുഭവം താഴേക്ക് സഞ്ചരിച്ചിട്ട് കാൽവിരലുകളിലൂടെ അത് പുറത്തേക്ക് പോകുന്നു. ഈ ഒരു കേസ് ബാബുചേട്ടനോട് പരിചയപ്പെട്ട സമയത്ത് ഔഷധങ്ങളെക്കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്ത് തുടങ്ങിയൊരു കാലഘട്ടത്തിൽ, ഒരു 88-89 സമയത്താണ് അദ്ദേഹം തൻ്റെ അനുഭവങ്ങൾ എന്നോട് പറയാൻ തുടങ്ങിയൊരു സമയം. ഞാനത് പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. എന്തെങ്കിലുമുള്ള അനുഭവങ്ങൾ ചെറുതും വലുതും ഒക്കെ ഞാനത് വീട്ടിൽ പോയിട്ട് ഒരു നോട്ട്ബുക്ക് ഞാൻ കുറിച്ച് വെക്കുകയും ചെയ്യുമായിരുന്നു. ആ ഓർമ്മകൾ വെച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ പറയുന്നത്. അപ്പോൾ അദ്ദേഹം രാജസ്ഥാനിലെ കോട്ടയിൽ ജോലി ചെയ്യുമ്പോൾ ഹോമിയോപ്പതി പരിചയപ്പെട്ടു വരുന്നില്ല. അവിടെ നിന്നാണ് ഈ കെൻറ്റിൻ്റെ ലെക്ചേഴ്സ് ഓൺ ഫിലോസഫി വായിച്ചു തുടങ്ങുന്നതൊക്കെ ആ സമയത്താണ്. അപ്പോൾ അവിടെ ഒരു ജൂനിയർ സഹപ്രവർത്തകൻ, ഗ്രേഡിൽ കുറഞ്ഞ ഒരാൾ, ബാബുചേട്ടനെ വലിയ ബഹുമാനത്തോട് കണ്ടിരുന്ന ഒരാൾ, ഇതിനൊരു കാമുകി ഉണ്ടായിരുന്നു. ഒരു ഉൾപ്രദേശത്താണ്, എനിക്ക് തോന്നുന്നു രാജസ്ഥാനിലല്ല, ഒരു അടുത്ത ജില്ലയിൽ മറ്റുമാണ്, അടുത്ത സംസ്ഥാനത്ത് മറ്റുമാണ്. അപ്പോൾ അവിടെ നിന്ന് ഒരു കത്ത് വന്നു. ഇയാളുടെ കാമുകി, വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നൊരു കാമുകി, ഒരു അകന്ന ബന്ധു കൂടിയാണ്. ആ കാമുകിക്ക് ഒരു പ്രേതബാധ ഉണ്ടായി. അപ്പോൾ അതിനൊരു ഒഴിപ്പിക്കൽ ചടങ്ങ് നടത്താൻ പോകുന്നു, അപ്പം അതിന് വരണമെന്ന് പറഞ്ഞുകൊണ്ടാണ് കത്തോ ടെലഗ്രാം എന്തോ. ഇത് ബാബുചേട്ടൻ പറഞ്ഞു. ആളാകെ വറീഡായി. അപ്പോൾ ബാധ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഒരു സമൂഹത്തിൽ അവർക്ക് അത്തരത്തിൽ അവരെ പിന്നീട് കാണുകയുള്ളൂ. ബാബുചേട്ടൻ ധൈര്യപ്പെടുത്തി. അപ്പോൾ ഹോമിയോപ്പതിയൊക്കെ വായിച്ചു തുടങ്ങി. ഇതൊക്കെ ചികിത്സിക്കാവുന്ന
പ്രശ്നങ്ങളാണെന്ന് മനസ്സിലാക്കിയ സമയമായിരുന്നു. അപ്പോൾ രണ്ടുപേരും ഒരുമിച്ച് പോയി, ലീവ് എടുത്ത് രണ്ടുപേരും പോയി ഈ പെൺകുട്ടിയെ നിരീക്ഷിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇതാണ് അവസ്ഥ. ഏതാണ്ട് ഔഷധം ഇതായിരുന്നില്ല, പക്ഷേ തലയിൽ ഒരു ബബ്ലിംഗ് സെൻസേഷനായിരുന്നു. ഉറുമ്പരിക്കുന്ന പോലെ എന്ന് ചിലപ്പോൾ പറയും. ഇത് തുടങ്ങിയിട്ട് താഴേക്ക് സഞ്ചരിച്ച് കാലിലൂടെ പോകും. സ്വാഭാവികമായിട്ടും ഇതൊരു 70കളുടെ ഒരു പകുതിയാണെന്ന് എനിക്ക് തോന്നുന്നു. ഇന്നും വിദ്യാഭ്യാസമില്ലാത്ത പ്രദേശങ്ങൾ, വിദ്യാഭ്യാസ സൗകര്യങ്ങളില്ലാത്ത പ്രദേശങ്ങളുണ്ട്. അപ്പം അന്നത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം. ഒരു 50 വർഷം, ഒരു അര നൂറ്റാണ്ടിലൊക്കെ മുൻപ് തീർച്ചയായിട്ടും ഇങ്ങനത്തെ അവസ്ഥ കാണുമ്പോഴേക്കും അത് പ്രേതബാധയാണ്. പ്രേതം വന്ന് തലയിലൂടെ, അല്ലെങ്കിൽ ഒരു ഭൂതമോ യക്ഷിയോ എന്നൊക്കെ തലയിലൂടെ കയറി പുറത്തേക്ക് പോകുന്നു, കാലിലൂടെ പുറത്തേക്ക് പോകുന്നു. ആവശ്യമായിട്ട് പറഞ്ഞ് പേടിക്കണ്ട, ഒരു കർമ്മവും നടത്തണ്ട. നമുക്ക് വേണമെങ്കിൽ നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാം, കോട്ടയിലേക്ക് കൊണ്ടുപോകാം, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ നോക്കാം. അങ്ങനെ ആ കേസ് എടുത്തു. അപ്പോൾ പെൺകുട്ടിക്ക് നിരവധി പ്രശ്നമുണ്ടായിരുന്നു. അവിടെ 2 ദിവസം താമസിച്ചു, കേസ് എടുത്തു. പിന്നീട് ഔഷധം അവിടെ വാങ്ങാൻ നിവൃത്തിയില്ല. തിരിച്ച് വന്നിട്ട് റെപ്പർട്ടൈസ് ചെയ്തു, കേസെടുത്തു. റെപ്പർട്ടൈസ് ചെയ്ത ശേഷം ഔഷധം കണ്ടെത്തി. ഞാനിപ്പോൾ അത് ഓർക്കുന്നില്ല. ഏതായാലും ഇതല്ല, മറ്റൊരൗഷധമായിരുന്നു. അത് വീണ്ടും അവർ പോയി ഔഷധം കൊടുത്തു. ഒരാഴ്ച അവർ വെയിറ്റ് ചെയ്തു. വേറെന്തോ ഔഷധങ്ങളൊക്കെ കൊടുക്കേണ്ടി വന്നു. ആ പ്രശ്നം മാറിപ്പോയി. നാട്ടുകാരൊക്കെ പറഞ്ഞ്, ബാബുചേട്ടൻ വളരെ സൗമ്യമായിട്ട് വളരെ ക്ഷമാപൂർവം സംസാരിക്കാൻ കഴിവുള്ള ഒരാളായിരുന്നു. കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. കർമ്മമൊക്കെ അവർ വേണ്ടെന്ന് വെച്ചു, സുഖപ്പെട്ട് പോവുകയും ചെയ്തു. പെയിൻ ദ ഫോർഹെഡ് ഡിറ്റാലിസാണ് നെറ്റിയിൽ വേദന. ഓവർ ഐസ് ആഫ്റ്റർനൂൺ ആൻഡ് ഈവനിങ്, ഉച്ചകഴിഞ്ഞും സായാഹ്നത്തിലും തലവേദന കൂടുതലും കണ്ണിൻ്റെ ഭാഗത്താണ് കൂടുതൽ അനുഭവിക്കുന്നത്. പെയിൻ ഒക്സിക്യൂട്ട് ടെമ്പിൾസ്, വേർട്ടെക്സ് ആൻഡ് സൈഡ്സ് ഓഫ് ദ ഹെഡ്. അപ്പം തലയുടെ ഒട്ടുമിക്ക ഭാഗങ്ങളിലും വേദനയുണ്ട്. വേഴ്സ് ഓൺ റൈറ്റ് സൈഡ്, അവിടെ വലതുവശമാണ് കൂടുതൽ. ദ പെയിൻസ് ഇൻ ദ ഹെഡ് ആർ ബേണിംഗ്. ഇനി തലവേദനയുടെ സ്വഭാവം പൊള്ളുന്നത്, ബേഴ്സ്റ്റിംഗ് വല്ലാതെ പൊട്ടിത്തെറിക്കുന്ന പോലെ, കട്ടിങ് വെട്ടിമുറിക്കുന്ന പോലെ, ഡ്രോയിങ് വലിക്കുന്ന പോലെ, പ്രസ്സിങ് ഞെക്കുന്ന പോലെ, ഷൂട്ടിങ് വെടിയുണ്ട തുളച്ചു കയറുന്ന പോലെ, സോർ ആസിഫ് ബ്രൂയിസ്ഡ് ആകെ തല്ലിച്ചതച്ച പോലുള്ളൊരു നൊമ്പരം പോലെ, സ്റ്റിച്ചിങ് ആൻഡ് ടിയറിങ് കുത്തുന്ന പോലെ, വലിച്ചു കയറുന്ന പോലെ. അപ്പോൾ തലയുടെ എല്ലാ ഭാഗത്തും തന്നെ ഉണ്ട്, എല്ലാ തരത്തിലുള്ള വേദന ഉണ്ടെന്ന് അർത്ഥം. വലതുവശമാണ് കൂടുതൽ. ഉച്ചകഴിഞ്ഞും സായാഹ്നത്തിലും രാത്രിയിലുമൊക്കെ വർദ്ധിക്കാം. ദർ ഇസ് എ ഡൾ പെയിൻ ഇൻ ഒക്സിപ്യൂട്ട്, വേർട്ടെക്സ് ആൻഡ് ടെമ്പിൾസ്, വേഴ്സ് ഓൺ പ്രഷർ ആൻഡ് മെന്റൽ വർക്ക്. അപ്പോൾ തലയിൽ മർദ്ദം ചെലുത്തുന്നതുകൊണ്ടും മാനസിക അധ്വാനം കൊണ്ടും വർദ്ധിക്കുന്ന തരത്തിലുള്ള ഒരു മന്ദിച്ച വേദന തലയിൽ എല്ലാ ഭാഗത്തും തന്നെ ഉണ്ട്. പ്രസ്സിങ് ഇൻ ഫോർഹെഡ്, പ്രസ്സിങ് ഔട്ട്വേർഡ് ഓവർ ഐസ്. നെറ്റിയിലൊരു സമ്മർദ്ദം പോലെ കണ്ണുകളിലൂടെ പുറത്തേക്ക് പ്രസ് ചെയ്ത് വരുന്നു. നെറ്റിയിലൊക്കെ ഒരു പ്രഷർ വന്നിട്ട് കണ്ണുകളിലൂടെ പുറത്തേക്ക് വരുന്നു. പ്രസ്സിങ് ഇൻ ടെമ്പിൾസ്, വേർട്ടെക്സ് ആൻഡ് ഒക്സിപ്യൂട്ട്. അപ്പോൾ ഈ പ്രസ്സിങ് എന്നുള്ളതും എല്ലാ തരത്തിലും തന്നെ ഉണ്ട്. ദ ഹെഡ് ഈസ് സോ സോർ ഡ്യൂറിങ് പെയിൻ. അപ്പോൾ വേനൽ സമയത്ത് തലയിൽ മൊത്തം വല്ലാതൊരു നൊമ്പരമുണ്ട്. ഷി കനോട്ട് കോംബ് ഓർ ബ്രഷ് ദ ഹെയർ. ഇത്തരം നൊമ്പരം കൊണ്ട് മുടി ചീകി വെക്കാൻ സാധിക്കുന്നില്ല. അത്രക്ക് ഉള്ളൊരു നൊമ്പരമാണ്. തലയിൽ തൊടാൻ പറ്റില്ല. ഇപ്പോൾ സോർനെസ് അറിയാലോ, നമുക്ക് തൊടാൻ പറ്റില്ല. തൊട്ട് കഴിഞ്ഞാൽ പ്രയാസമാണ്. അപ്പോൾ പിന്നെ മുടി ചെയ്യാൻ പറ്റില്ലല്ലോ. സ്റ്റിച്ചിങ് പെയിൻ ഇൻ ഫോർഹെഡ്, നെറ്റിയിൽ കുത്തുന്ന പോലെ വേദന. ഫോർഹെഡ് ഇറ്റാലിസ് ആണ്. സൈഡ്സ് ഓഫ് ഹെഡ് ആൻഡ് ടെമ്പിൾസ്, വശങ്ങളിലും ടെമ്പിൾസിലും ഒക്കെ ഉണ്ട്, പക്ഷേ കൂടുതലും നെറ്റിയിലാണ്. മെനി ഓഫ് ദ ഹെഡ് ഏക്സ് വർ സോ സീവിയർ ദാറ്റ് ഷി വാസ് സ്റ്റൺഡ് ബൈ ദ പെയിൻ. ഈ വേദന കൊണ്ട് ആകെ സ്തബ്ധയായി പോകും. ഇങ്ങനത്തെ ഒരു വേദന എനിക്കുണ്ടോ, സ്തബ്ധയായി പോകുന്ന തരത്തിലുള്ള രൂക്ഷമായ വേദനകളാണ് കൂടുതലും ഈ പേഷ്യൻ്റ് അനുഭവിക്കുന്നത്. വയലന്റ് ടിയറിംഗ് പെയിൻസ് ഇൻ ദ ഈവനിങ്. സായാഹ്നത്തിൽ വല്ലാതെ ഭയങ്കരമായ വേദന, വലിച്ചു കയറുന്ന പോലെ. ടിയറിംഗ് ഫോർഹെഡ് ഇൻ ഈവനിങ്, നെറ്റിയാണ് കൂടുതൽ സ്ഥാനം. സായാഹ്നത്തിൽ നെറ്റിയിൽ വലിച്ചു കയറുന്ന പോലെ. ടിയറിംഗ് ഫ്രോണ്ടൽ എമിനൻസ്, ടിയറിംഗ് പെയിൻ ഇൻ ടെമ്പിൾസ് ആൻഡ് വേർട്ടെക്സ്. വശങ്ങളിലും ഉച്ചിയിലും എല്ലായിടത്തും തന്നെ പലതരത്തിലുള്ള വേദനകളുണ്ട്. വാണ്ടറിംഗ് പെയിൻസ് ഇൻ ദ ഹെഡ്, തലയിൽ അങ്ങും ഇങ്ങുമൊക്കെ ഉള്ള ഓടി നടക്കുന്ന തരത്തിലുള്ള വേദന. ബെറ്റർ ഡ്യൂറിംഗ് റെസ്റ്റ് ആൻഡ് വൈൽ സിറ്റിംഗ്, വിശ്രമിക്കുമ്പോഴും ഇരിക്കുമ്പോഴും വേദനകൾക്ക് ശമനമുണ്ട്. പൾസേറ്റിംഗ് ഹെഡ് ഏക്ക് വേഴ്സ് ഫ്രം നോയ്സ്, വിങ്ങുന്നത് പോലുള്ള വേദന ശബ്ദം കൊണ്ട് വർദ്ധിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ട ശബ്ദം കൊണ്ട് വർദ്ധിക്കുന്നത്. പൾസേറ്റിംഗ് ഇൻ ഫോർഹെഡ് ആൻഡ് വേർട്ടെക്സ്, ഉച്ചിയിലും നെറ്റിയിലുമാണ്. അപ്പോൾ ആ സ്ഥാനം ശ്രദ്ധിക്കുക. ദ ബ്രെയിൻ സീംസ് ടു ബി സെൻസിറ്റീവ് ടു എ നോയ്സ്, ഒരു ഒച്ചയോട്, നോയ്സ് സംഗീതത്തിൽ ഒച്ചയോട്
തലച്ചോറ് സംവേദനക്ഷമതയുണ്ടോ എന്ന് തോന്നുമാറ് ഉള്ള പ്രയാസങ്ങളാണ്. അപ്പം അതിന് തക്ക ലക്ഷണങ്ങൾ പ്രയാസമുണ്ടെന്നർത്ഥം. When something drops on the floor, it seems to drop on her sore head. തറയിലൊരു സാധനം വീഴുമ്പോൾ തൻ്റെ നൊമ്പരമുള്ള തലയിലാണോ ഇത് വീഴുന്നതെന്ന് തോന്നുന്നു. തലയുടെ അവസ്ഥ അത്രക്ക് ശോചനീയമാണെന്ന് അർത്ഥം. അത്രമാത്രം ലക്ഷണങ്ങൾ സമൃദ്ധിയാണുള്ളത്. അപ്പോൾ നിരവധി അവസ്ഥകളിൽ ഉപയോഗിക്കാവുന്നൊരു ഔഷധമാണ്. കെൻറ്റ് അന്ന് പറഞ്ഞിരിക്കുന്നത് അധികം കാര്യമായിട്ട് ഉപയോഗിച്ചിട്ടില്ല, ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. ഇന്നത്തെ ചികിത്സാ പദ്ധതിയിൽ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വേണ്ടത്ര ഉപയോഗിക്കുന്നില്ലെങ്കിൽ അതിനെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കി ഉചിതമായ സന്ദർഭങ്ങളിൽ കൃത്യമായ രീതിയിൽ ആ കോൺസ്റ്റിറ്റ്യൂഷന് യോജിച്ച വിധം വരുന്ന അവസ്ഥകളിലൊക്കെ ഉപയോഗിക്കുക. അതിൻ്റെ രോഗശാന്തി തീർച്ചയായിട്ടും കാണാൻ സാധിക്കും. നമുക്കിതിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് ദർശിക്കാം. വളരെ പ്രധാനപ്പെട്ട നിരവധി ലക്ഷണങ്ങൾ വീണ്ടും പറയുന്നുണ്ട്. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.